എനിക്കങ്ങനെ ആർട്സിലും സ്പോർട്സും എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്നത് ഇതാണ്, പക്ഷെ ഇതാർക്കും വേണ്ട. ഒന്നിലും കൊള്ളില്ല, പഠിത്തത്തിലും സ്പോർട്സിലും ഒന്നിലും. ആകെ കൂടി എനിക്കറിയാവുന്ന ഇതാ, ഇതാണെങ്കിൽ ഇവിടെ ആർക്കും വേണ്ട. പുറത്തിറങ്ങുമ്പോൾ ഇപ്പോഴും ആളുകൾ പറയാറുണ്ട് നോട്ട്ബുക്കിൽ പിയാനോ വായിക്കുന്നതല്ലേ. അതാ ഇപ്പോഴും ഇപ്പൊ 45 വയസ്സായി, ഇപ്പോഴും പയ്യൻ ഇമേജ് ഉണ്ട് ആൾക്കാരുടെ മനസ്സിൽ. മെല്ലെ പോകുന്ന സമയത്ത് സ്പീഡ് കൂട്ടാൻ യൂസ് ചെയ്യുന്ന കുറച്ച്, ഇപ്പം ഗില്ലിയിലെ പാട്ടുണ്ട് അച്ഛനൊരു വില്ല്, അതേപോലെ തന്നെ ഒരു പാട്ടാണ് കണ്ണെറിഞ്ഞ്. നമുക്ക് എങ്ങനെയോ ആ പാട്ടായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ഒരു വലിയ മിഷനിലിരിക്കുന്ന പോലെ. ട്രാഫിക്കിലത്തെ പാട്ടുണ്ടല്ലോ ഇപ്പൊ കണ്ണെറിഞ്ഞാല്, അത് ആ സിറ്റുവേഷനിലേക്ക് ചെയ്യുന്നതിന്റെ 3ാമത്തെ പാട്ടാണ്. ഫസ്റ്റ് പാട്ട് രാജേഷേട്ടന് അത്ര ഇഷ്ടമായില്ല, പക്ഷെ ആ ഫസ്റ്റ് പാട്ടാണ് ചെന്നൈയിൽ ഒരു നാളില് ഇതേ സിറ്റുവേഷനിൽ നമ്മൾ അവിടെ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴും പലർക്കും അറിയില്ല ട്രാഫിക്കിന്റെ ഹാൾ മ്യൂസിക് എല്ലാം ഇദ്ദേഹത്തിന്റെ കൈകളിലായിരുന്നു. പക്ഷെ ക്ലൈമാക്സിൽ ഫിറൂസ് മ്യൂസീഷ്യനായിട്ട് വരുന്നുണ്ട്. റിയൽ ലൈഫിൽ അങ്ങനെ എത്ര വട്ടം ആ ഒരു എസ്കലേറ്റർ ഇറങ്ങി വന്നിട്ടുണ്ട്, അതുപോലെ കൊറേ വന്നിട്ടുണ്ട്. ഇപ്പൊ കൂടുതൽ അത് തന്നെയാണല്ലോ ഫുൾ അതായി. ഒളിക്കുന്നുവെന്നാൽ പോലും ഉദിക്കുന്നു വീണ്ടും വീണ്ടും, കടക്കണ്ണിലാരോ സൂര്യനോ, സുന്ദരന്റെ വരവോർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണുനി, കാമുകന്റെ വിളി കാത്തിരിക്കും ഒരു കാമുകി പെണ്ണുനി. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. നമ്മളൊരു ക്യാരക്ടർ ചെയ്യുക, ആ സിനിമയിൽ തന്നെ മ്യൂസീഷ്യനായിട്ട് വർക്ക് ചെയ്യുക, അതിനുശേഷം ഇറങ്ങി ഒരുപാട് ഹിറ്റ് മ്യൂസിക്സ് ഒക്കെ നമുക്ക് സംഭാവന ചെയ്ത നിങ്ങളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്, മിജോ ജോസഫ്. ഹലോ. താങ്ക് യു സോ മച്ച്. അധികം അങ്ങനെ ലൈം ലൈറ്റിൽ ഞങ്ങൾ കാണാറില്ല. എന്താണ്, വരും വർക്ക് ചെയ്യും പോവും? ഞാനിപ്പോ ബേസിക്കലി സെറ്റിൽ ചെയ്തിരിക്കുന്നത് അബുദാബിയിലാണ്, ഫാമിലി അവിടെയാണ്. അപ്പൊ ഞാൻ വരും, വർക്ക് വരുമ്പോ വരും, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. മക്കളൊക്കെ അവിടെ പഠിക്കുന്നത്. അങ്ങനെ എന്നാലും പൊതുവെ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലോ, അതിന്റെ യാതൊരുവിധ യൂസും കാണുന്നില്ല. കുറവായിരുന്നു. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഇൻസ്റ്റയൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ തന്നെ ചെയ്തത്. 2-3 വർഷമായിട്ടുള്ളൂ ഇൻസ്റ്റയിലേക്ക് ഇതായത്. പിന്നെ അങ്ങനെ എനിക്കിങ്ങനെ 2 ഫിലിംസിലെ ആക്ടിങ് കണ്ടിട്ടുള്ളൂ. അപ്പൊ ആ കണ്ടൊരു അത് നമ്മള് ചെറുപ്പത്തിൽ കണ്ട ഒരു ആളാണ്. ചെറുതായിട്ട് ഒരു നര വന്നിട്ടുണ്ട്, വേറെ മാറ്റമൊന്നുമില്ല. അത് 20 വർഷം കഴിഞ്ഞല്ല, 21ാമത്തെ വർഷം. അതെ, പക്ഷെ കുറച്ച് നര വന്നതേ ഉള്ളു, വേറെ ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഞാൻ വായിക്കുന്ന പയ്യൻ. എന്റെ ഇപ്പൊ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോണു. അവിടെ ഒരു 2-3 ബിസിനസ്സുകളുണ്ട് അബുദാബിയില്. പിന്നെ ഇപ്പോ മലയാളത്തിൽ 1-2 പടങ്ങളുണ്ട്, അതിന് വേണ്ടി വന്നേക്കുന്നതാണ്. തെലുങ്കിലും ഒരു പടമുണ്ട്, പിന്നെ കുറച്ച് ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സും അതെല്ലാമായിട്ട് നന്നായിട്ട് പോകണം. ഇപ്പൊ കണ്ടിന്യൂസ് എത്ര വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്? ഇതിപ്പോ 21ാമത്തെ വർഷം. 21ാമത്തെ പേജിലാണ് നിൽക്കുന്നത്. ഇപ്പൊ എന്താണ് നമ്മളിപ്പോ നോർമലി നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക്, എസ്പെഷ്യലി മ്യൂസിക് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഹാർട്ട് ത്രോബാണ്. ആക്ടേഴ്സിന്റെയും ഡബിങ് അതൊക്കെ പോലെ തന്നെ എത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഒരു സീനിന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ ആ പാട്ട്, അതൊക്കെയാണ്. അപ്പം ഇത്ര വർഷങ്ങളായിട്ട് ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് ട്രാഫിക് അതുപോലുള്ള ഒരുപാട് സൂപ്പർ ഹിറ്റ് സോങ്സിന്റെ ഒക്കെ പിന്നിൽ ഇദ്ദേഹമാണെന്ന്. അപ്പൊ തമിഴും ഹിന്ദിയും ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴ് ചെന്നൈയിൽ ഒരു ഹിന്ദിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്. പാട്ടുകൾ മിഥുൻ ശർമാനായിട്ട് അവിടുത്തെ ഒരു. എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്? എൻ്റെ ഒരു 7th സ്റ്റാൻഡേർഡ് തുടങ്ങിയുള്ള ഒരു പാഷനാണ് മ്യൂസിക് എന്നുള്ളത്. പിന്നെ ഒരു 10-12 വർഷം കൊയറിൽ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ബാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ MBA കഴിഞ്ഞിട്ട് ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് കോഴ്സ് ചെയ്തിരുന്നു. ആ ഗ്യാപ്പിൽ ഞങ്ങളൊരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അനുജത്തി എഴുതി, ഞാൻ മ്യൂസിക് ചെയ്ത്, പപ്പ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ആൽബമായിരുന്നു. പ്രൊഡക്ഷനിൽ നിന്ന് ഇത് കാര്യമായിട്ട് മതി. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഓപ്പണിംഗ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതിൽ ഒരു 1-2 അവാർഡുകൾ കിട്ടിയിരുന്നു, ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിരുന്നു. അപ്പൊ അതിലത്തെ ഒരു പാട്ടാണ് നോട്ട്ബുക്കിൽ ഇനിയും മോനും മോന്നിട്ടൊരു പാട്ട്, ദാസേട്ടൻ പാടിയ പാട്ട്. അപ്പോൾ ആ പാട്ടിന്റെ ലിറിക്സ് വേറെ ആയിരുന്നു. അപ്പോൾ അത് റോഷനേട്ടന് കേട്ടപ്പോൾ അത് ഇഷ്ടമായി, അതൊന്ന് മാറ്റി വെച്ചോളാൻ പറഞ്ഞു. അടുത്ത സിറ്റുവേഷൻ ആൾ തന്നു, ചിലപ്പോൾ ആവശ്യം വരും എന്ന് പറഞ്ഞോളൂ ഈ പാട്ട്. അപ്പോൾ അടുത്ത സിറ്റുവേഷൻ തന്നു. പിന്നെ ചെറിയൊരു ചങ്ങാതിക്കൂട്ടത്തിന്റെ സിറ്റുവേഷൻ ആയിരുന്നു.
അതും ചെയ്തു. പിന്നെ ഹൃദയം ബോംബെയിൽ വെച്ച് ചെയ്ത്. അത് ആളുടെ ഉദയനാട് നേരത്തിൻ്റെ ഒരു ഹിന്ദി റീമേക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയപ്പോൾ ആൾ പോയപ്പോൾ എന്നെയും അവിടേക്ക് കൊണ്ടുപോയി. അവിടെ PVG സാറിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട് ജുഹു ബീച്ചിൻ്റെ, അവിടെ വെച്ചിട്ടാണ് ഹൃദയം എന്നുള്ള പാട്ട് വന്നത്. പിന്നെ ആസ് വി ഓൾ എന്നുള്ള പാട്ട് ഞാൻ മുമ്പ് ഒരു സ്കൂളിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ആൻഡോ ആയിരുന്നു. ആ ട്യൂൺ അപ്പോൾ ആൾക്ക് ഇഷ്ടമായിരുന്നു. ഒരു ലോർഡ്സ് അക്കാഡമി തന്നെയാണ് ആ സ്കൂളിൻ്റെയും പേര്. പക്ഷെ ലിറിക്സ് മാറ്റി, നമ്മുടെ പടത്തിലെടുത്തപ്പോൾ ലിറിക്സ് മാറ്റി. ടു ലവ് ടു ലേൺ ടു ലിവില് അത് മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാം അങ്ങനെ നോട്ട്ബുക്കിൽ നിന്ന് സംഭവിച്ചു. പിന്നെ സൈക്കിള്, ട്രാഫിക്, അങ്ങനെ കുഴപ്പമില്ലാതെ 10-25 പടമായി. ഞാനിങ്ങനെ വരുന്ന സമയത്തെ ഇപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ന പാട്ടുകളാണെന്ന് അറിയാമെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്താ വരുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും പാട്ട് കേട്ടിട്ടാ വരുന്നത്. അപ്പൊ ഞാൻ സാറിന്റെ ആ സോങ്സിന്റെ പ്ലേലിസ്റ്റ് ആണ് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ഞാൻ പറയായിരുന്നു, നിനക്കറിയോ ആ ആളില്ലേ മറ്റേ നോട്ട്ബുക്കിലെ ഫിറോസ് അഹമ്മദ്, ആ പുള്ളിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ സൈക്കിളിൽ ഒരു പാട്ട് വന്നു. അപ്പൊ അവൻ പറഞ്ഞു ഇതും ഈ പുള്ളിയാണോ ചെയ്തത്? കാരണം ഒരുപാട് പേർക്ക് അറിയില്ല ഇപ്പോഴും പല ബ്യൂട്ടിഫുൾ ഹിറ്റ് ആയിട്ടുള്ള സോങ്സും താങ്കളുടെ സംഭാവനയാണെന്ന്. എന്തുകൊണ്ടത് അറിയിക്കുന്നത്? ഭയങ്കര ലോ പ്രൊഫൈലാണല്ലോ കീപ്പ് ചെയ്യുന്നത്. അല്ല, ഞാൻ പിന്നെ അതിനത്ര വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറില്ല. പക്ഷെ അതും ഒരു ആവശ്യമായിട്ടുള്ള ഒരു സമയമാണിത്. അപ്പൊ ഞാനിപ്പോ ഇടയ്ക്ക് വല്ല റീൽസ് ഒക്കെ ചെയ്തിടും. അപ്പം ഈ പാട്ട്, അതായത് മ്യൂസീഷ്യൻ ആണ് പ്ലസ് ആക്ടിങ്, അത് ഒരു സിനിമയിൽ തന്നെ എങ്ങനെ അത് വന്നു? ആക്ടിങ് ഞാൻ പ്രത്യേകിച്ച് ആഗ്രഹിച്ചിട്ട് കിട്ടിയത് സംഭവമല്ല, ഒരു കോയിൻസിഡൻസിന്റെ ഭാഗമായിട്ട് വന്നതാണ്. പുള്ളിക്കാരങ്ങനെ ഞാൻ അതിന്റെ സ്ക്രീനിങ് ഒക്കെ നടന്നിരുന്നത് ചെന്നൈയിലായിരുന്നു. റോമ, സ്കന്ദ അവരൊക്കെ സെലക്ട് ചെയ്ത് അവിടെ വെച്ച്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പാട്ടുകളുടെ റെക്കോർഡിങ് നടക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു, ഞാൻ നമ്മുടെ അളിയൻ്റെ പടമാണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിച്ചാണ്, ഇങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സ് ആയോ എന്ന് ഞാൻ ജസ്റ്റ് ചോദിച്ചു. അപ്പോൾ ആരും ആയിട്ടില്ല, കൺഫേം ആയിട്ടില്ല. പക്ഷെ ആ ഫിറോസ് എന്നുള്ള കഥാപാത്രം നീയാ ചെയ്യണമെന്ന് പറഞ്ഞു. അത് അപ്പോൾ അങ്ങനെ വീണ് കിട്ടിയ ഒരു സംഭവമാണ്. ഞാൻ ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല ഈ ആക്ടിങ്ങിലേക്ക് വന്നത്. പിന്നെ ഓഫേഴ്സ് വന്നിരുന്നു, പക്ഷെ ഞാൻ അത്ര സീരിയസ് ആക്കി എടുത്തില്ല. ആക്ടിങ്ങിൻ്റെ ഒരു സംഭവം അത്ര സീരിയസ് ആക്കി എടുത്തിട്ടുണ്ടായില്ല. പാഷൻ എപ്പോഴും മ്യൂസിക് തന്നെയായിരുന്നു. പിന്നെ വാരിക്കുഴിയിലെ കൊലപാതകം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ പടമായിരുന്നു, രജീഷ് എന്ന് പറഞ്ഞിട്ട്. നെഗ് അത് ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ ഇട്ടുകൊടുത്തിരുന്നത്. ഞാൻ നെഗറ്റീവ് അല്ല. അപ്പം അതില് ഞാൻ നോട്ട്ബുക്ക് അങ്ങനെ എടുത്ത് പറയില്ല, പക്ഷെ സ്റ്റിൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് പെർട്ടിക്കുലർ സീൻ ഉണ്ടല്ലോ. അതായത് എനിക്കങ്ങനെ ആർട്സിലും സ്പോർട്സ് ഒന്നും അറിയില്ല, എനിക്ക് അറിയാവുന്നത് ഇതാണ്, പക്ഷെ ഇതാർക്കും വേണ്ട. പക്ഷെ ക്ലൈമാക്സിൽ ഫിറോസ് മ്യൂസീഷ്യനായിട്ട് വരുന്നുണ്ട്. റിയൽ ലൈഫിൽ അങ്ങനെ എത്ര വട്ടം ആ ഒരു എസ്കലേറ്റർ ഇറങ്ങി വന്നിട്ടുണ്ട്? അതുപോലെ കുറെ വന്നിട്ടുണ്ട്. ഇപ്പൊ കൂടുതൽ അത് തന്നെയാണല്ലോ ഫുൾ അതായി. ഓക്കെ, അത് ഒരു ക്ലൈമാക്സ് റിയൽ ലൈഫിലേക്ക് വന്ന പോലെ ഒരു ഫീൽ ഉണ്ടോ? അതുണ്ട്. എനിക്ക് ഏറ്റവും അതായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ഓർമ്മ വരുന്നത്, ഞാനിപ്പോ പാട്ടിറങ്ങി റിലീസ് ചെയ്തു, ആ സമയത്ത് ഈ മ്യൂസിക് വേൾഡ് ഉള്ള സമയമാണ്. ബ്രോഡ്വേയിലൊരു മ്യൂസിക് വേൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ CDs ഒക്കെ വാങ്ങിക്കാൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്. അപ്പോൾ ഈ നോട്ട്ബുക്ക് ഇറങ്ങിയ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു പാട്ടിൻ്റെ കളക്ഷനൊക്കെ നോക്കാൻ, പുതിയ പാട്ടുകളുടെ കളക്ഷനൊക്കെ നോക്കാൻ പോയപ്പോൾ ഞാൻ കയറുന്ന സമയത്ത് പ്ലേ ചെയ്യുന്നത് ഹേ ഹെവൻലി സ്റ്റാർ എന്നുള്ള സംഭവമാണ്. അപ്പോൾ അതായത് ഭയങ്കര ഒരു വെൽക്കം ടു ദ വേൾഡ് ഓഫ് മ്യൂസിക് എന്നുള്ളൊരു ഒരു ഒമൻ പോലെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അപ്പോഴും അവർക്കറിയില്ല ഞാനാണ് മ്യൂസിക് എന്നുള്ളത്, ഞാൻ അവരോട് പറയാനും പോയില്ല. പക്ഷെ അങ്ങനത്തെ ചെറിയ ചെറിയ ഭയങ്കര നമുക്ക് ആർക്കും പറയാതെ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഒരുപാട് വാല്യൂ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് എന്തായാലും ഫിറോസ് അഹമ്മദിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ആ നോട്ട്ബുക്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട്? ഹൃദയം മതിയാ? മതി. ഹൃദയവും പുണരുമീ നിമിഷമായി പതിവായാരോ മുളുന്നില്ലേ ചെവിയിലായി, മതിയില്ലെന്ന ചൊല്ലുന്നില്ലേ മനസ്സിലായി, തളിരുകൾ തരളമായി പ്രണയമോ കളഭമായി ഒളിക്കുന്നുവെന്നാൽ പോലും ഉദിക്കുന്നു വീണ്ടും വീണ്ടും, കടക്കണ്ണിലാരോ സൂര്യനോ, സുന്ദരന്റെ വരവോർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണു നീ, കാമുകന്റെ വിളി കാത്തിരിക്കും ഒരു കാമുകി പെണ്ണു നീ,
സുന്ദരന്റെ വരവോർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണു നീ, കാമുകന്റെ വിളി കാത്തിരിക്കും ഒരു കാമുകി പെണ്ണു നീ. എന്താ അതൊക്കെ ഇപ്പോഴും കേൾക്കുമ്പോൾ ഭയങ്കര ഫീലാവും, ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട്. ചില സിനിമകളും ചില പാട്ടുകളും അങ്ങനെയല്ലേ, അതിന്റെ വിഷ്വൽസും അതിന്റെ പടം അതൊക്കെ ഭയങ്കര ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇതിന് റിലേറ്റഡ് ലാസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഒന്നിലും കൊള്ളില്ല, പഠിത്തത്തിലും സ്പോർട്സിലും ഒന്നിലും. ആകെ കൂടി എനിക്കറിയാവുന്നില്ല, ഇതാണെങ്കിൽ ഇവിടെ ആർക്കും വേണ്ട. ഇത്തവണ എല്ലാത്തിനും പാസ്സായാലേ സ്വന്തമായിട്ട് ഒരു പിയാനോ പപ്പ പ്രോമിസ് ചെയ്തിരിക്കുന്നു. എന്റെ എത്ര നാളത്തെ ഡ്രീമാണെന്ന് അറിയോ ഇതുപോലെ സ്വന്തമായിട്ട് വരണം. അതിനുവേണ്ടിയാ ഞാൻ ഇത്തവണ പഠിച്ചിരിക്കും. അത് പ്ലീസ്, ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. അപ്പം ഗോഡ്, ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. അവൻ താഴെ ഇറങ്ങി വരികയാണെങ്കിൽ കൊടുക്കാനുള്ള ഡിസ്മിസൽ ലെറ്റർ തയ്യാറാക്കി വെക്കണം. നൗ ऐसे कैसे वैसे जैसे तेरे दिल में जो मेरी क्या ये महफिल में बैठे या उठे दो. മലയാളത്തിന്റെ ഏറ്റവും അൺറേറ്റഡ് റീ എൻട്രി ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ. അതായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ വരാറുണ്ട്. കുറെ ഞാനിങ്ങനെ ഇൻസ്റ്റ നോക്കുന്ന സമയത്തും കുറെ കണ്ടു. ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു അത് ഡബ് ചെയ്തതും ഓൺ ഡബിങ് അല്ലേ? ഡബിങ് ഞാൻ അത് കൂടാതെയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നു മുതൽ എന്നൊരു പടം. അതില് ഒരു ക്യാരക്ടർ ഞാനാ ചെയ്ത് ഡബിങ് ചെയ്ത് ഞാൻ. ആ ഒരു ഇന്നസെൻസ് ആണെന്ന് തോന്നുന്നു ഇപ്പോഴും. ഞാൻ ചോദിക്കുകയാണ്, പുറത്തിറങ്ങുമ്പോൾ ഇപ്പോഴും ആളുകൾ പറയാറുണ്ട് ഒരു നോട്ട്ബുക്കിൽ പിയാനോ വായിക്കുന്നല്ലേ? അതാ ഇപ്പോഴും ഇപ്പൊ 45 വയസ്സായി, ഇപ്പോഴും പയ്യൻ ഇമേജ് ഉണ്ട് ആൾക്കാരുടെ മനസ്സിൽ ഉണ്ട്. ഞാനതാ വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കിയേ, ഇതങ്ങനെ വലിയ മാറ്റമൊന്നും ഇല്ലല്ലോ. ഓക്കെ, അതിനുശേഷം ചെയ്യുന്നതാണ് സൈക്കിൾ അല്ലേ? സൈക്കിള് ചെയ്തു. പിന്നെ നമ്മുടെ ട്രാഫിക്കിന്റെ 2 ഭാഷകൾ ചെയ്തു. പിന്നെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു, സുനിൽ ഇബ്രാഹിമിന്റെ. പിന്നെ കെയർ ഓഫ് സേറ ബാനു, മഞ്ജു ചേച്ചിയൊക്കെ അഭിനയിച്ചു. പിന്നെ കൊന്തയും പൂണൂലും, ലോ പോയിന്റ്, പിന്നെ ഓശാന. പിന്നെ ആ വർഷം ഇറങ്ങിയ നമ്മുടെ ഇന്നു മുതൽ പ്രൊഡ്യൂസ് ചെയ്ത പടം. പിന്നെ വാരിക്കുഴിയിലെ കൊലപാതകം. പിന്നെ കുറെ ഉണ്ട്. വേറെ 2 തെലുങ്ക് ചെയ്തിട്ടുണ്ട്, നച്ചിന പറഞ്ഞിട്ടും തെലുങ്കബായി. പിന്നെ ചെന്നൈയിൽ ഒരു നാളൊരു തമിഴ്. അങ്ങനെ കുറച്ച് 10-15 പടമായിട്ടുണ്ട്. ഈ ട്രാഫിക്കിലെ കണ്ണെറിഞ്ഞാൽ സോങ്ങിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മളിങ്ങനെ മെല്ലെ പോകുന്ന സമയത്ത് സ്പീഡ് കൂട്ടാൻ യൂസ് ചെയ്യുന്ന കുറച്ച്, ഇപ്പം ഗില്ലിയിലെ പാട്ടുണ്ട്, അച്ഛനൊരു വില്ല്, അതേപോലെ തന്നെ ഒരു പാട്ടാണ് കണ്ണെറിഞ്ഞത്. നമുക്ക് എങ്ങനെയോ ആ പാട്ടായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ഒരു വലിയ മിഷനിലിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. അത് ശരിക്കും ആ ഒരു പാട്ടിൻ്റെയൊക്കെ ഒരു, അതായത് ഇപ്പോൾ ഒരു പാട്ട് എടുക്കുന്ന, അതായത് മ്യൂസിക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ട്യൂൺ നമ്മുടെ ഒരു ഫസ്റ്റ് ബേബീനെ പോലെ ആയിരിക്കുമല്ലോ. പക്ഷെ അതിപ്പോൾ നമ്മൾ ടീമിനായിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിലെന്തെങ്കിലും കറക്ഷൻസ് വേണ്ടി വരും. ഇപ്പൊ ട്രാഫിക്കിലത്തെ പാട്ടുണ്ടല്ലോ, ഇപ്പൊ കണ്ണെറിഞ്ഞാല് അത് ആ സിറ്റുവേഷനിലേക്ക് ചെയ്യുന്നതിന്റെ 3ാമത്തെ പാട്ടാ. ഫസ്റ്റ് പാട്ട് രാജേഷ് ഏട്ടന് അത്ര ഇഷ്ടമായില്ല, പക്ഷെ ആ ഫസ്റ്റ് പാട്ടാണ് ചെന്നൈയിൽ ഒരു നാളില് ഇതേ സിറ്റുവേഷനിൽ നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രാജേഷ് ഏട്ടൻ അസോസിയേറ്റ് ആണ് അവിടെ ഡയറക്ട് ചെയ്തത്. അപ്പൊ അത് പാടി ടിപ്പുമായിരുന്നു പാടിയത്. അപ്പൊ അവിടെ അത് ഓരോ ഡയറക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിലും ഉണ്ടാവല്ലോ. അപ്പോ അങ്ങനെ രാജേഷ് ഏട്ടന് ഇതായിരുന്നു ഇഷ്ടമായത്. പിന്നെ ആള് അവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഇമ്പാക്ട് കിട്ടില്ല. അപ്പൊ ആളുടെ സജഷൻ ആയിരുന്നു അവിടെ ഒരു പാട്ട് വന്നാൽ നന്നായിരിക്കും എന്നുള്ളൊരു സംഭവം. ഞാൻ ആദ്യമായിട്ട് RR ചെയ്യുന്ന പടം ട്രാഫിക്കാ. മറ്റേ നോട്ട്ബുക്കും സൈക്കിളും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാനായിരുന്നില്ല. ഇതില് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. അതെ, നമ്മളൊരു കംപ്ലീറ്റ് മ്യൂസിഷ്യൻ ആണെന്ന് നമുക്ക് ഒരു ബോധ്യം വരുന്നത് പടത്തിന്റെ A to Z മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കയ്യിൽ കൂടെ പോകുമ്പോഴാണ്. പക്ഷെ ഇപ്പോഴും പലർക്കും അറിയില്ല ട്രാഫിക്കിന്റെ ഹോൾ മ്യൂസിക് എല്ലാം ഇദ്ദേഹത്തിന്റെ കൈകളിലായിരുന്നു. ഒരു പാട്ട് സാംസൺ കോട്ടൂർന്ന് പറഞ്ഞ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പാട്ട് പടത്തിലില്ല, പക്ഷെ ആളും കൂടി മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. പകലിനും പിന്നെ കണ്ണെറിഞ്ഞാലും ആയിരുന്നു പടത്തിൽ ഉപയോഗിച്ച പാട്ട്. അതെ, പിന്നെ അതിന്റെ ആ ഒരു ഹോസ്പിറ്റൽ സീൻസിലൊക്കെ വരുന്ന ഒരു BGM ഇല്ലേ, അത് ഭയങ്കര ഹോണ്ടിങ് ആണ്. നമുക്ക് അത് ഏപ്പൊക്കെ ഇട്ടാലും ഭയങ്കര ഒരു ഹോണ്ടിങ് ഫീൽ. പിയാനോ പീസില് അത് ശരിക്കും എന്റെ ഒരു ഫ്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആള് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് രാത്രി ഞാൻ ആ ഒരു പെയിനിലിരുന്ന് ചെയ്ത ഒരു പീസാണത്. അപ്പോൾ ട്രാഫിക്കിന്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ ഞാൻ ഈ പിയാനോ പീസ് രാജേഷേട്ടന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ അത് ഇതാണ് നമ്മുടെ തീം എന്ന് പറഞ്ഞ ആള് ഫിക്സ് ചെയ്തത്. അപ്പൊ എനിക്കതൊരു എപ്പോഴും ആ പിയാനോ പീസ് കേൾക്കുമ്പോൾ അവനെ എനിക്കിപ്പോഴും ഓർമ്മ വരും. അത് ആ ഒരു സംഭവമായിട്ട് കണക്റ്റഡ് ആണ്. ഞങ്ങൾക്കും അത് ഇപ്പം നമ്മള്
സ്പോട്ടിഫൈയിൽ തന്നെ അല്ലെങ്കിൽ അതെ അതെ കുറെ ഒരുപാട് ചെയ്യുമ്പോ ട്രാഫിക്കിന്റെ എടുക്കുമ്പോ BGMs ഓട്ടോമാറ്റിക്കലി BGMs വരും, വരുമല്ലോ. correct. ഞാൻ പലപ്പോഴും സ്കിപ്പ് ചെയ്യാറുണ്ട്. അത് ഇഷ്ടಕ್ಕೆ അങ്ങനെയല്ല, പക്ഷെ ഭയങ്കര അത് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അത് നമുക്ക് കിട്ടും. ട്രാഫിക്കിൽ ഏതാ ഒരു ഫേവറേറ്റ്, ഒരു നമ്മുടെ ഒരു ചെയ്യുന്ന എല്ലാ വർക്കും നമുക്ക് ഫേവറേറ്റ് ആയിരിക്കും, പക്ഷെ എന്നാലും ചില സിനിമകളിൽ ചില സാധനം ഒരു പൊടിക്ക് മേലെ കുറച്ച് ഇഷ്ടം കൂടുതലായിരിക്കില്ലേ, അങ്ങനെ ട്രാഫിക്കിൽ ഏതാ? ട്രാഫിക്കില് പാട്ടാണോ? പാട്ട് പകലിൻ എന്നുള്ള പാട്ട് എൻ്റെ ഏറ്റവും ഇഷ്ടം. അത് രണ്ടുപേര് പകലിൻ പവനിൽ കുളിരിൻ ചിറകിൽ സ്വപ്നങ്ങൾ നീട്ടും പൊൻതീരങ്ങൾ തേടി മോഹങ്ങൾ മീട്ടും നല്ലീണങ്ങൾ മൂളി പകലിൻ പവനിൽ അണയും കിളികൾ. നമ്മള് സൈക്കിളിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് സംസാരിച്ചില്ലായിരുന്നു. എങ്ങനെയായിരുന്നു സൈക്കിളിന്റെ ആ ഒരു പരിപാടി? അതിലും ഒരു ത്രില്ലിംഗ് സംഭവങ്ങൾ. അതെ അതെ, കാരണം അതിലെനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ജെയിംസ് ഏട്ടൻ്റെ സെക്കൻഡ് ഫിലിമാണ് ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് രണ്ടാമത് എഴുതുന്ന സ്ക്രിപ്റ്റ്. അപ്പോൾ ക്ലാസ്മേറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഈ നോട്ട്ബുക്ക് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പിൽ പല ഡയറക്ടേഴ്സിനെയും പോയി കണ്ടിരുന്നു, കമൽ സാറ്, ലാൽജോ സാറ്. അപ്പം ലാൽജോ സാറിൻ്റെ അടുത്ത് പോയപ്പോഴാണ് പുള്ളിക്കാരന് പറഞ്ഞത് ഇങ്ങനെ നിനക്കിപ്പോൾ ഒരു പടത്തിൻ്റെ അത്യാവശ്യമുണ്ട്, ഈ ജോണിയും ജെയിംസും കൂടി ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ജോണി ചേട്ടനെ വിളിച്ച് പോയി കണ്ടു. ആള് സിറ്റുവേഷൻസ് പറഞ്ഞു. പിന്നെയാണ് സൈക്കിൾ. അപ്പോൾ അതായത് നോട്ട്ബുക്ക് കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞിട്ട് സൈക്കിൾ സംഭവിക്കണേ. അപ്പൊ ഞാൻ ഗ്യാപ്പ് എടുത്ത് തന്നെയാണ് എല്ലാ പടങ്ങളും ചെയ്തേക്കുന്നത്. ഈ ഫിറോസിന്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ പിയാനോ നന്നായിട്ട് പഠിച്ചാൽ പിയാനോ വാങ്ങി തരുന്നു. അതുപോലെ റിയൽ ലൈഫിൽ എപ്പോഴാണ്? അതൊക്കെ പപ്പ മുമ്പേ വാങ്ങിച്ചു തന്നു. 7ാം ക്ലാസ്സിൽ വെച്ച് തന്നെ പപ്പ കീബോർഡ് വാങ്ങിച്ചു തന്നു. അപ്രൈറ്റ് പിയാനോ ഇപ്പം അവിടെ ഉണ്ട്, നമ്മുടെ അബുദാബിയിൽ ഉണ്ടായിരുന്നു. പിന്നെ മക്കള് മൂത്താള് 13 വയസ്സായി 7ാം ക്ലാസ്സില്, രണ്ടാമത്തെ ആള് 4ാം ക്ലാസ്സില്, മൂന്നാമത്തെ ആള് 3-ല്, നാലാമത്തെ ആൾക്ക് 5 വയസ്സ് ഈ വർഷം ചേർക്കണം. 2 ആണ് 2 പെണ്ണ്. 4 കുട്ടികൾ. അവർക്ക് ഇതുപോലെ മ്യൂസിക് പഠിക്കണ്ടായിരുന്നു. മൂത്ത മോൻ ബേണി സാറിന്റെ അടുത്ത് ഹിന്ദുസ്ഥാനി പഠിച്ചിരുന്നു വോക്കല്. പക്ഷെ ഇപ്പൊ ഈ ഏജ് വോയിസ് മാറുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ വോക്കൽ ഇപ്പൊ നിർത്തിയിട്ട് ഇപ്പൊ അവന്റെ ഗിറ്റാറിലേക്കാണ് അവന്റെ ശ്രദ്ധ പോയേക്കണത്. അപ്പൊ ഗിറ്റാർ പഠിക്കണ്ട് ഇപ്പൊ, കുഴപ്പമില്ല. മൂന്നാമത്തെ 4ാമത്തെ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട്, മ്യൂസിക് ഉണ്ട് അവരില്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അതെ അതെ അതെ, അത് നമ്മൾ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ഒരു സംഭവം അല്ല. അത് എപ്പോഴും അത് നാച്ചുറൽ ആയിട്ട് വരുമ്പോൾ, ഞാൻ തന്നെ ഇപ്പോൾ ഒരു 7ാം ക്ലാസ് വരെ വളരെ റിസർവ്ഡ് ആയിട്ടുള്ളൊരു ആളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മ്യൂസിക് നമ്മുടെ ഉണ്ടെന്ന് തോന്നിച്ചതും ഒക്കെ. എനിക്ക് തോന്നുന്നു മമ്മിയുടെ ഒരു ഇതാണ്. കാരണം അതുവരെ മമ്മിയുടെ സാരിത്തുമ്പിന്റെ പിന്നാലെ ഞാൻ എപ്പോഴും നടക്കും. ലാസ്റ്റ് മമ്മിക്ക് പേടിയെന്ന് പറയുന്നത് ഇവൻ ആൺകുട്ടിയല്ല, ഇങ്ങനെ നടത്തിയ കാര്യമില്ലല്ലോ. അപ്പോ അന്ന് ഒരു യൂത്ത് ഫെസ്റ്റിവൽ നടക്കണ്ടായിരുന്നു. അപ്പോൾ യൂത്ത് ഫെസ്റ്റിവലില് പപ്പ കമ്പോസ് ചെയ്തൊരു പാട്ടുണ്ടായിരുന്നു, പാതിര പൂക്കളി എന്ന് പറഞ്ഞൊരു പാട്ട്. അതിന് പേര് കൊടുക്കാൻ പറഞ്ഞു, ലൈറ്റ് മ്യൂസിക്കിന് പേര് കൊടുക്കാൻ പറഞ്ഞു. അത് പാടാണ്ട് നീ ഇന്ന് വീട്ടിൽ വരണ്ടെന്നുള്ള ഇതിലാണ് വിട്ടത്. അന്ന് പാടി 2nd പ്രൈസ് കിട്ടി, ലൈറ്റ് മ്യൂസിക്കിന്റെ 2nd പ്രൈസ്. പിന്നെ എനിക്ക് അങ്ങനെ പിന്നെ അതാണ് എന്റെ ഇതൊന്ന് എന്റെ വഴിയെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ വീട്ടിൽ കയറാണ്ടായി. അപ്പം നമ്മളിപ്പോ കേൾക്കുന്ന താങ്കളുടേതായ ഹിറ്റ് സോങ്സ് ഉണ്ടല്ലോ, അതൊക്കെ എത്ര വട്ടത്തെ ട്യൂൺ ചേഞ്ചിങ്ങും കറക്ഷൻസും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ കേൾക്കുന്ന നിലയിൽ? നോർമലി ഒരു മാക്സിമം ഒരു 2-3 ഓപ്ഷൻസ് ഒക്കെ ലോക്ക് ആവാറുണ്ട്. നോർമലി മാക്സിമം പോയി കഴിഞ്ഞാൽ എനിക്കാണ് വർണ്ണപ്പൈങ്കിലാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് ഞാൻ കൊടുത്തേക്കാണ് സൈക്കിളില് വർണ്ണപ്പൈങ്കില്. അത് പക്ഷേ സിറ്റുവേഷൻസ് ആണ് മാറിയിരിക്കുന്നത്, ഓപ്ഷൻസിലുള്ളതല്ല. അപ്പോൾ ആദ്യം ഒരു അറബിക് ഫ്ലേവറിലുള്ളതാണ് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ആ സിറ്റുവേഷൻ മാറ്റി പിന്നെ ഒരു സ്ലോ മെലഡി എന്നുള്ള ഒരു ഇതിലേക്ക് മാറി. അപ്പോൾ പിന്നെ അത് പല ട്യൂണുകളും പല പടങ്ങളിൽ ചെയ്തത് ഉപയോഗിക്കാൻ പറ്റാത്ത അടുത്ത പടങ്ങളിലേക്ക് ഞാൻ പിടിപ്പിക്കാൻ നോക്കും. കാരണം ഇതിന്റെ ബേസിക് ട്യൂൺ ഇപ്പൊ 5-6 ഇമോഷൻസ് അല്ലേ ബേസിക്കലി ഉള്ളൂ. അപ്പോൾ ഒരു സിറ്റുവേഷൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ത്രെഡ് നമ്മുടെ ഉണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഇവിടെ ഷൂട്ട് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷെ അത് കമ്പല് ഇത് ചെയ്യില്ല. അത് ഇത് ഓക്കെ ആണെന്ന് ചോദിക്കും. ഓക്കെ ആണെങ്കിൽ ഞാൻ അത് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഈ ചെയ്ത പാട്ടുകളിൽ, അതായത് മെയിനായിട്ട് റിലീസായ പാട്ടുകളിൽ പിന്നെയും കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്ന, അങ്ങനെ കരഞ്ഞു പോയ ഏതെങ്കിലും പാട്ടുകളുണ്ട്? എനിക്ക് അങ്ങനത്തെ ഒരു പാട്ട് ഒന്ന്
ഇന്നു മുതലേ ജാവേദ് അലി ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, ഒരു ഹിന്ദി സോങ് ആണ്, മോസം എന്ന് പറഞ്ഞ പാട്ട്. അതിപ്പോ കേട്ടാൽ എനിക്കൊരു ഒരു വിങ്ങല് വരും. ഹാപ്പിനെസ്സും അറ്റ് ദ സെയിം ടൈം നമുക്കൊരു പെയിനും തരുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിന്റെ ഈവൻ അത് കമന്റ്സ് നോക്കിയാലും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്തേക്കുന്ന സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് ഇതുപോലെ തന്നെ. പിന്നെ വാരിക്കുഴിയിലെ കീരവാണി സാറ് പാടിക്കുന്ന പാട്ട് മെല്ലെ എന്നുള്ള, അതൊരു ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട് ഫ്യൂണറലിന്റെ സമയത്ത് അതൊരു അക്കപ്പല്ല ഫോമിൽ ഞാൻ ചെയ്തത്. ബാക്കിംഗ് കംപ്ലീറ്റ് വോക്കൽസ് ആയിരുന്നു. അപ്പൊ അതിലേക്ക് വന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് ബാഹുബലി ഇറങ്ങിയ സമയത്ത് അഞ്ജു ജോസഫ് പുള്ളിക്കാരത്തിയുടെ ഒരു ടീമായിട്ട് ഇത് ചെയ്തിട്ട് ഞാൻ ഒരു അക്കപ്പല്ല ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ദീവരയുടെ ഒരു അക്കപ്പല്ല വേർഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല അപ്രീസിയേഷൻ കിട്ടിയായിരുന്നു. കീരവാണി സാറ് ഞങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ വാരിക്കുഴിയുടെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് രജീഷാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, മെജോന് ഇങ്ങനെ പരിചയമില്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്തോട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ജസ്റ്റ് മെസ്സേജ് വിട്ടു. അപ്പൊ ഞാൻ പാട്ട് ട്യൂൺ ചെയ്തിട്ടില്ല. അപ്പൊ മെസ്സേജ് ചെയ്തപ്പോ അപ്പൊ തന്നെ ആള് റെസ്പോണ്ട് ചെയ്തു, പാട്ട് അയച്ചു തന്നു, പറ്റാണെങ്കിൽ പാടാന്ന് പറഞ്ഞു. അത് എന്നിട്ട് ആദ്യം അയച്ചത് ഒരു അജയ്യ ശക്തി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു. ഗ്രേഡി ലോങ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ സിംഗറെ പിന്നീട് പാടിയത്. അപ്പോൾ ആ പാട്ട് ഞാൻ ആദ്യം കീരവാണി സാറിന് അയച്ചു കൊടുത്തു. അപ്പോൾ അത് കുറച്ചും കൂടി യങ്സ്റ്റേഴ്സ് പാടുന്നതായിരിക്കും നല്ലത് ആള് തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഫ്യൂണറലിന്റെ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു പാട്ട് വേണമെന്ന് രജീഷ് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഒരു പാട്ട് ചെയ്തിട്ട് ആളുടെ ഒരു ടോണൽ സ്ട്രക്ചറും പിന്നെ അങ്ങനത്തെ ഒരു സംഭവം മനസ്സിലുണ്ടായിരുന്നു. അതനുസരിച്ച് ഒരു പാട്ട് ഞാൻ ചെയ്തിട്ടാണ് ഈ പാട്ട് വന്നത്. അപ്പം അത് ഇപ്പോഴും കേൾക്കുമ്പോൾ ഒരു കറക്റ്റ് ഒരു മരണത്തിന്റെ ഒരു ഫീല് കിട്ടുന്ന ഒരു സംഭവമാണ് അത്. ഞാൻ ചെറിയൊരു ടാസ്ക് പോലെ തരാം. ഒരു 2-3 ഇൻസിഡൻസ് പറയുമ്പോൾ ആ ഒരു മൊമെന്റിൽ ഏത് പാട്ടായിരിക്കും ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പാടിയാൽ മതി. ഓക്കെ. ചെയ്തതില് ഏറ്റവും ഒരു ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് പറയുന്ന ഒരു പാട്ട്. കുറെ പാട്ടുകളുണ്ടല്ലോ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഫോക്ക് ജോണറിൽ ഞാൻ അധികം മെലഡീസ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അങ്ങനെ എനിക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കന്നിവെയിൽ എന്നുള്ളൊരു പാട്ട് വാരിക്കുഴിയിലെ കൊലപാതകത്തിലുണ്ടായിരുന്നു. ശ്രേയം കൗശിക് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് പാടിയത്. അത് ഞാൻ പാടാം. നിലാവിൻ നീരല പോലെ നീലാമ്പൽ പൂക്കൾ വിരിയേ മായാതെ മായും സന്ധ്യാതീരം രാവിൻ ചില്ലതൻ മേലയാടിടവേ കന്നിവെയിൽ കണ്ണുകളിൽ കണ്ടു ഞാൻ നിൻമുഖം കളകളം തിരകളിൽ കേട്ടു ഞാൻ നിൻ സ്വരം നാട്ടുവരമ്പിൻ തുമ്പപ്പൂവിൽ തെന്നിത്തെറിക്കും മഞ്ഞത്തുള്ളികൾ ആരും കാണാ വർണ്ണം ചൂടുന്നേ കാറ്റിൻ കയ്യിൽ നാണം തുള്ളുന്നേ ദൂരത്തായി നിന്നാലും ചാരത്തായി വന്നാലും നിന്നിഴൽ ഞാനെന്നുമേ കന്നിവെയിൽ കണ്ണുകളിൽ കണ്ടു ഞാൻ നിൻമുഖം കളകളം തിരകളിൽ കേട്ടു ഞാൻ നിൻ സ്വരം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് പാട്ട് കേട്ടാലാണ്, അതായത് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന മിജോ എന്ന് പറയുന്ന ആള്, ഏത് പാട്ട് കേട്ടാലായിരിക്കും പെട്ടെന്ന് മൂഡൊക്കെ സെറ്റ് ആവുന്നത്? എന്റെ പാട്ടുകളാ ഇറങ്ങാത്ത 2-3 പാട്ടുകളുണ്ട്. അതായത് പടം കമ്മിറ്റ് ചെയ്ത് പടം കമ്പോസ് ചെയ്ത് പാട്ടൊക്കെ പാടിച്ചതിന് ശേഷം പക്ഷെ ആ പടം ഇറങ്ങാതെ പോയിട്ട് ഉള്ള 2 പാട്ടുകളുണ്ട്. അതിപ്പോ പാടാൻ പറ്റില്ല, ഇറങ്ങി അത് വീണ്ടും അടുത്ത പടങ്ങളിൽ ഏതെങ്കിലും എനിക്ക് ഉപയോഗിക്കണമെന്നുണ്ടാവും. ഇറങ്ങിയതിൽ ഹാപ്പിനെസ് തരുന്നത് എല്ലാം ഓക്കെയാണ് എനിക്ക്. പക്ഷെ ഇപ്പൊ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകാനാണ് ഒരു അങ്ങനെ പോകാനാണ് ഇഷ്ടം. ഒരുപാട് തുള്ളിച്ചാടേണ്ട ഒരു ആവശ്യമുള്ള ഒരാളായിട്ട്
പക്ഷെ എല്ലാ പാട്ടുകളും കേൾക്കുമ്പോഴും ഹാപ്പിനെസ് ആണ്. നമ്മൾ ചെയ്ത എല്ലാ പാട്ടുകളും കേൾക്കുമ്പോഴും പിന്നെ കേട്ടത് ഇഷ്ടമായി എന്ന് എല്ലാവരും പറയുമ്പോൾ നമ്മളെ കുറിച്ചുള്ള ഒരു ക്രിറ്റിസിസം പോലെ പറയുമ്പോഴും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ, എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. കേൾക്കും. അവർക്ക് ബുദ്ധിമുട്ടില്ല, അവർക്ക് ഇപ്പം ഞാൻ റിയാക്റ്റും ചെയ്യില്ല ആ സമയത്ത്. പക്ഷെ അവരുടെ വ്യൂ പോയിന്റാണ് അവർ പറയുന്നത്. അപ്പൊ അതിൽ നല്ല നല്ല സജഷൻസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഞാൻ കേൾക്കും, 100% കേൾക്കും. പക്ഷെ ഫൈനൽ ഞാൻ തീരുമാനിക്കും. നെക്സ്റ്റ് ഒരു നോൺ മലയാളി, ആ ആൾക്ക് ഞങ്ങളുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഈ ഒരു പാട്ട് നിങ്ങൾ എന്തായാലും കേട്ടിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഏത് സോങ് ആയിരിക്കും സജസ്റ്റ് ചെയ്യാം? എന്റെ പാട്ടുകൾ, സ്വന്തം പാട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏത് പാട്ടോ ഞാൻ സജസ്റ്റ് ചെയ്യണം? നോൺ മലയാളി നമ്മുടെ പാട്ടുകൾ നമ്മുടെ അല്ലേ, നിങ്ങൾ ഈ പാടം എന്തായാലും കാണണം, അതേപോലെ ഈ പാട്ട് എന്തായാലും കേൾക്കുന്നത് ഇതൊരു അസറ്റ് ആണെന്ന് പറയുന്നത്. എല്ലാം നല്ലതാണ്. ഇത് കൊള്ളാം. ഇത് എപ്പോഴും മലയാളി പാട്ടല്ലെങ്കിലും ഹിന്ദി പാട്ടെന്നുള്ള രീതിയിൽ ഒരുപാട് അപ്രീസിയേഷൻ അങ്ങനെ കിട്ടിയത് ഈ 2 പാട്ട്, ചാപ്റ്റേഴ്സിലെ ഏതോ നിറസന്ധ്യ, അത് അതിൽ ഒരു പഠനം കൂടി നടക്കട്ടെ, ഒരു പ്രോസസ്സ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും. പിന്നെ ഈ ജാവേദ് അലി പാടിയ മോസം എന്നുള്ള പാട്ട്, കീരവാണി സാറിന്റെ മെല്ലെ എന്നുള്ള പാട്ട്, സൈറാബാനുവിലൊരു പാട്ടുണ്ട് ചിന്മയി പാടിയൊരു പാട്ട്, ആരോമലി എന്നുള്ളൊരു പാട്ട്, പിന്നെ ഹൃദയം അത് എല്ലാവരും അറിയുന്ന സംഭവമാണ്. ട്രാഫിക്കിലത്തേത് പകലിന് ഇതുപോലെ ഒരു ജേണിയാണ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് വളരെ കുറവാണ് നമുക്ക് കിട്ടുന്നത്, ചെയ്യാൻ കിട്ടുന്നത്. എല്ലാം ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നത്. കൂടുതൽ മെലഡീസ് ചെയ്യാനായിട്ട് അവസരങ്ങൾ ദൈവം തന്നു. അങ്ങനത്തെ സിറ്റുവേഷൻസ് ദൈവം നമുക്ക് കൊണ്ടുവന്നു പടങ്ങളിലൂടെ. സന്തോഷം. നമ്മൾ ഈ മോശം ഒരുപാട് വട്ടം മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് സംസാരത്തിനിടയിൽ, നമുക്ക് അതൊന്ന് കേൾക്കാം. ഒരു മിനിറ്റ്. അത് ഞാൻ പാടുന്നതിനേക്കാൾ നല്ലത് ഒറിജിനൽ ട്രാക്ക് കേൾക്കുന്നത് നല്ല രസമായിരിക്കും. അപ്പോൾ ഇത് കഴിയുമ്പം മോസം ജैसे बातें से यादें बन जाती है, कितने किस्से रंगीने से कुछ याद आ जाती है, क्यों मुझसे लिया मेरा खुदा, नसीब मेरा दिल ने पूछा, फिर भी कई सपने लिए चलूं मेरा तो दिन, कितने सारे सपने देखे फिर ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ കുറെ പാട്ടുകൾ പാടിയല്ലോ, അതിൽ പാടാത്തതില് ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറഞ്ഞതായിരിക്കും. ഞാനൊരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിപ്പോ അടുത്ത ആഴ്ച ഇറങ്ങും, ഈ വെള്ളിയാഴ്ച ആയിട്ട് ഇറങ്ങും. ജാനേജു എന്നാണ് ഇതിന്റെ പേര്. അത് പാടിയത് ഞാൻ തന്നെയാണ്. അപ്പൊ ഞാനിത് ഈ ഫിലിം മ്യൂസിക് പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് ആണ് ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക്. കാരണം ഇപ്പം കൂടുതൽ ആൾക്കാർ കേൾക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. പിന്നെ അവിടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു ജോണറിൽ പാട്ട് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. അത് നമുക്കൊരു ഇറ്റേണൽ ഹാപ്പിനെസ് എന്നുള്ള സംഭവം കൂടുതൽ കിട്ടുന്നത് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിൽ കുറച്ചധികം ഇൻഡിപെൻഡന്റ് മ്യൂസിക് കൂടി കോൺസെൻട്രേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ഇതിൽ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് ഇറങ്ങും, പാട്ട് ഇറങ്ങും. ജാനേജു എന്നാണ് പാട്ട്. ജാനേജു യു ആർ മൈൻ അങ്ങനെ എന്തോ ഒരു പേരാണ്. പാട്ട് പക്ഷെ മലയാളമാണ്. അതിലൊരു ചെറിയ കോറസ് പോർഷൻ മാത്രമാണ് ഹിന്ദിയുടെ ഒരു സംഭവം, ഒരു ചെറിയ പോർഷൻ. അതിന്റെ കുറച്ച് ഞാൻ പാടാം. ഇതൊരു മുസ്ലിം റൊമാൻറ്റിക് സോങ് ആണ്. ആ ഒരു ജോണറിലാണ് ഞാൻ അധികം കൈവയ്ക്കാത്ത ഒരു സംഭവമാണത്. അപ്പോൾ അന്നൊരു നാൾ എൻ്റെ കൽവിൻ വാതിലിൽ ഒരു മുട്ട്, മുല്ലമുട്ടിൻ പ്രായമുള്ള സുന്ദരിയാം ഹൂറി, അന്നു നിന്നെ കണ്ട നേരം തോന്നിയല്ലോ പൂതി, സ്വന്തമാക്കാൻ നെഞ്ചമാകെ
ഒന്നുപോലെ യോതി കൊഞ്ചും 17 നിറവാലേ നെഞ്ചിൽ പതിയെ നീ വന്നില്ലേ കൊഞ്ചും 17 നിറവാലേ നെഞ്ചിൽ പതിയെ നീ വന്നില്ലേ 14-ാം രാവിൻ്റെ ഖമറായി നീ നിന്നില്ലേ മനതാരം പറയാതെ തകരുന്നിൻ ഹൃദയത്തിൻ പടികൾ മേരാ ജുനൂൻ 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 ഇങ്ങനെ പോകുന്നൊരു പാട്ട്. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ പാട്ടുകളൊക്കെ ഇപ്പം കുറവാ. ഫീല് ഇപ്പൊ ഇല്ല. കുറച്ചും കൂടി ഒരു റാപ്പ് അങ്ങനത്തെ സാധനങ്ങളെ കൂടുതൽ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആയിട്ട് ആളുകൾ ഇറക്കുന്നത്. ഇതൊരു എക്സ്പെരിമെന്റൽ സംഭവമാണ്. ഞാൻ ഇതുപോലത്തെ ജോണറിൽ ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു എഴുതിയേക്കുന്ന അബുദാബിയിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് അജീഷ് എന്ന് പറഞ്ഞിട്ട്. ആള് ഡിഫൻസിലേക്ക് വർക്ക് ചെയ്യണത്. പക്ഷെ ആള് ഈ ഞങ്ങള് ഒരു 2-3 വർഷമായിട്ടുള്ള പരിചയമാണ്. പക്ഷെ ഈ പാട്ടിലേക്ക് എത്തിയത് ഒരു 2-3 മാസം മുമ്പാണ്. ഇങ്ങനെ ഒരു സംഭവം ചെയ്താലോ എന്ന് സംഭവം. അപ്പൊ ആളുടെ മുമ്പ് എഴുതി വെച്ചിരുന്ന ഒരു ലിറിക്സിന്റെ ഒരു ചെറിയ പോർഷൻ എനിക്ക് അയച്ചു തന്നു. അപ്പൊ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ അന്നൊരു നാളും സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പൊ ഞങ്ങളൊന്ന് പ്രൊസീഡ് ചെയ്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ പാട്ടിന്റെ ഒരു ഔട്ട്ലൈൻ ആയി. ഇൻസ്റ്റന്റ് കോമ്പോസിഷനും ഇൻസ്റ്റന്റ് ലിറിക്സും ആയിരുന്നത്. അങ്ങനെ നന്നായിട്ട് തന്നെ നല്ല വരികളാണ് ആളുടെ. നല്ല വരികളാണ്. ആളുടെ ആദ്യത്തെ പാട്ടാണ് എഴുതുന്നതിൽ ആദ്യത്തെ പാട്ടാണ്. പക്ഷെ എന്തായാലും മേരാ ജുനു മേരാജുനുമിന് എല്ലാവിധ ആശംസകളും. നല്ലൊരു ഹിറ്റ് ആവട്ടെ. ഓക്കെ, ഞങ്ങളൊക്കെ എന്തായാലും ഫുൾ കേട്ടിട്ടുണ്ട്. ജാനേജു വലിയൊരു ഹിറ്റ് ആവട്ടെ. ഞങ്ങൾ ശരിക്കും ജുനു എന്നാണ് പേരിടാനിരുന്നത്. അപ്പൊ തൊട്ട് ഞങ്ങൾ ഇറക്കാനായിട്ട് ഉദ്ദേശിച്ചതിന്റെ നെക്സ്റ്റ് ഡേയില് ഹനാൻ ഷായുടെ ഒരു പാട്ട് ജുനു സെയിം പേരിൽ വന്നു. അപ്പൊ ഞങ്ങള് അവരെ ആദ്യം അനൗൺസും ചെയ്തു. അപ്പൊ പിന്നെ ഞങ്ങള് ഒന്ന് വേറൊരു പേരിലേക്ക് ഇപ്പൊ ചെയ്ത സോങ്സിൽ ഭയങ്കര ഹിറ്റ് സോങ്സിന്റെ അതേ റെഫറൻസ് കൊണ്ടിട്ട് ഇങ്ങനെ വരാറുണ്ട്. എനിക്ക് ഇതേപോലത്തെ ഒരു സോങ് ഏറ്റവും കൂടുതൽ അതെപ്പോഴും ഇപ്പൊ പറയാറുണ്ട്. ഇപ്പം ഹൃദയം പോലത്തെ തന്നെ ഒരു പാട്ട് ചെയ്യാൻ പറയും. അപ്പൊ അത് നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. പിന്നെ പാട്ട് ഹിറ്റാവണം ഹിറ്റാവാത്തതൊക്കെ നമ്മുടെ കയ്യിലല്ല സംഭവങ്ങൾ. അതൊക്കെ ഒരു യൂണിവേഴ്സൽ ഒരു എനർജിയുടെ ഒരു സംഭവമുണ്ട്. അങ്ങനെയാണ് പിന്നെ നമ്മൾ വിചാരിക്കുന്ന എല്ലാ പാട്ടുകളും ഹിറ്റാവണ്ടേ, എല്ലാ പടങ്ങളും ഹിറ്റാവണ്ടേ. ആ സമയത്ത് ആളുകൾക്കും കൂടി ഇഷ്ടമാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഈ പാട്ടുകൾ ആ സമയത്തായിരിക്കും ഇഷ്ടമാവുന്നത്. ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാർ. ഞാൻ ഈ അടുത്തൊരു റീല് വാർത്തകൾ ഇതുവരെ എന്നിട്ടൊരു പടം ചെയ്തിരുന്നു. അതിൽ വേണുവേട്ടൻ പാടിയൊരു പാട്ടുണ്ടായിരുന്നു, അമ്മാനത്താമലയിൽ എന്ന് പറഞ്ഞൊരു പാട്ട്. കൈതപ്രസാദൻ തിരുവേനിയാണ് എഴുതിയിരുന്നത്. അപ്പം പക്ഷെ പടം ഹിറ്റായിരുന്നില്ല. അതിലെ യൂട്യൂബിലാകെ കൂടി ആ പാട്ട് ഇറങ്ങിയപ്പോൾ ഉള്ള വ്യൂസിന് എത്രയാ 36,000 കണ്ടുള്ളൂ ആ പാട്ടിന്. പക്ഷെ ഈ വെറുതെ ഒരു റീല് ഞാൻ ജസ്റ്റ് പാടിയിട്ടതിന് 5 ലക്ഷത്തിൻ്റെ അടുത്ത് വ്യൂസായി. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ക്രിയേഷൻസ് പിന്നീട് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്. അപ്പം അതിനൊരു ലൈഫ് എപ്പോഴും ഉണ്ട്. ക്രിയേഷൻ എന്നുള്ള സംഭവം എന്ത് സംഭവമാണ്, ഏത് ആർട്ട് ഫോമിനും ലൈഫുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പത്തെ ലെജൻഡറി മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള, അതായത് നമ്മളൊക്കെ ആരാധിക്കുന്ന മൊസാർട്ട്, ബിത്തോവൻ, അവരൊക്കെ ആ കാലഘട്ടങ്ങളിൽ അത്ര സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്ത പീസുകളാണ് നമ്മൾ പഠനത്തിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ പീസുകൾ. അപ്പോൾ നമുക്കത് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് ഇല്ല എന്നുള്ള രീതിയിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് ആ ക്രിയേഷൻ മോശമാണെന്ന് പറയില്ല. അത് ഇറ്റ് മൈറ്റ് ടേക്ക് ടൈം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. മെജോ ജോസഫ് എന്ന് പറയുന്ന ഒരു കലാകാരൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഭാവിയിൽ ആളുകൾ എങ്ങനെ ഓർക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഇത് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിച്ചൊരു ഇതിലേക്ക് ഫീൽഡിലേക്ക് വരാൻ പറ്റി. അത് തന്നെ വലിയൊരു കാര്യം. ഇപ്പം തന്നെ ഒരു കുഴപ്പമില്ലാത്തൊരു 10-25 പടങ്ങളുടെ ഭാഗമാവാൻ പറ്റി. അത് നല്ല പടങ്ങളുടെ ഭാഗമാവാൻ പറ്റി. എല്ലാവർക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന ഭാഗമാവാൻ പറ്റി ആ പടങ്ങളുടെ ഭാഗം. ഇനിയും എനിക്ക് കുറവ് ചെയ്യണമെന്നുണ്ട്. അത് മലയാളം മാത്രം ഒതുങ്ങിക്കൂടാന്നല്ല, മീൻസ് തമിഴായാലും തെലുങ്കാണെങ്കിലും ഹിന്ദി ആണെങ്കിലും. ഇപ്പോൾ ഒരു അറബിക് ഫിലിമിൻ്റെ മ്യൂസിക് കൂടി നടക്കുന്നുണ്ട്, ടർക്കിഷ് ഫിലിം. അപ്പോൾ അതിൻ്റെ പണി കൂടി പാരലലി നടക്കുന്നുണ്ട്. അത് അവിടെ ആയതുകൊണ്ട് അങ്ങനെ സെറ്റായ ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഇൻ്റർനാഷണലി ഒരു അക്ലെയിംഡ് ആയിട്ടുള്ളൊരു മ്യൂസിഷ്യൻ ആവണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് മലയാളം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ലാംഗ്വേജാണ്.
ഞാൻ ഓഫ് കോഴ്സ് ഇവിടുന്ന് കയറി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ട്രാവലിംഗ് നടക്കും, അത് ഉറപ്പായിട്ടും. ഈ പറഞ്ഞ പോലെ ബാക്കി ലാംഗ്വേജസിലും ഇന്റർനാഷണലിയും നമ്മുടെ മ്യൂസിക്കിന് അംഗീകാരങ്ങൾ വരും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പം എന്തായാലും ഇതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല മ്യൂസിക്സ് ഒക്കെ നമുക്ക് തരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പറഞ്ഞ പോലെ എല്ലാ ലാംഗ്വേജസിലും ഒരുപാട് അവസരങ്ങളൊക്കെ ലഭിക്കട്ടെ. ആൻഡ് ഇറങ്ങാൻ പോകുന്ന മേരാജുനും ജാനുജിനും വളരെ വലിയൊരു ഹിറ്റ് ആവട്ടെ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Really enjoyed the show. Thank you. Okay. Thank you. God bless. Thank you. Inji, my meal partner.